മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. ശ്രീമൂലനഗരത്ത് മലബാർ ഗ്രാൻഡ്മാ ഹോം നെടുമ്പാശ്ശേരി നാടിന് സമർപ്പിച്ചു. ആരോരുമില്ലാത്തവർക്ക് അഭയവും പരിചരണവും നൽകുന്ന മലബാർ ഗ്രാൻഡ്മാ ഹോം നെടുമ്പാശ്ശേരി ശ്രീമൂലനഗരം കാക്കനാട് റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. തണൽ ദയ റീഹാബിലിറ്റേഷൻ ട്രസ്റ്റ് മലബാർ ഗോൾഡിന്റെ സഹകരണത്തോടെ പൂർത്തിയാക്കിയ ഈ സാമൂഹിക പദ്ധതി 100 കണക്കിന് പേരുടെ സാന്നിധ്യത്തിൽ തണൽ ഗ്രൗണ്ടിൽ നടന്ന വർണ്ണാഭ ചടങ്ങിൽ വ്യവസായ നിയമമന്ത്രി പി രാജീവാണ് നാടിന് സമർപ്പിച്ചത്. തന്റെ മതം മാത്രം മതിയെന്ന ചിന്തയിലേക്ക് മനുഷ്യർ ചുരുങ്ങി വരുന്ന ഈ കാലഘട്ടത്തിൽ മാനവികതയാണ് പ്രധാനമെന്ന സന്ദേശമാണ് ഗ്രാൻഡ്മാ ഹോം പോലെയുള്ള സ്ഥാപനങ്ങൾ നൽകുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പി രാജീവ് പറഞ്ഞു. വലിപ്പച്ചെറുപ്പമില്ലാതെ എല്ലാ കിടപ്പ് രോഗികൾക്കും പാലിയേറ്റീവ് സംവിധാനം എന്നാണ് സർക്കാർ നയം. ലോകത്ത് ആദ്യമായി പാലിയേറ്റീവ് നെറ്റ്വർക്ക് സംവിധാനത്തിലൂടെ ഏകോപിപ്പിച്ചതും AI ടൂൾ ഉപയോഗിച്ച് രോഗവിവരങ്ങൾ വിലയിരുത്താനുള്ള സംവിധാനം ഒരുക്കുകയും ചെയ്ത സർക്കാരാണ് കേരളത്തിലേത്. യുവജനങ്ങൾ കേരളം വിടുന്നുവെന്നും സംസ്ഥാനം വൃദ്ധന്മാരുടെ കേന്ദ്രമായി മാറുന്നുവെന്നുള്ള പ്രചരണത്തിന് ഒരു അടിസ്ഥാനവുമില്ലെന്നും കഴിഞ്ഞ 7 മാസത്തിനിടെ 40,000 പ്രൊഫഷണലുകളാണ് കേരളത്തിലേക്ക് മടങ്ങി വന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഓരോ സ്ഥാപനങ്ങളും ലാഭത്തിന്റെ 2% സാമൂഹ്യ സേവനം ലക്ഷ്യമിട്ടുള്ള CSR ഫണ്ടായി നീക്കിവെക്കണമെന്ന സർക്കാർ നിയമം പ്രാബല്യത്തിൽ വരുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് 1999 മുതൽ 5% ഫണ്ട് ഈ ഇനത്തിലേക്ക് നീക്കിവെച്ച സ്ഥാപനമാണ് മലബാർ ഗോൾഡ് എന്നും 350 കോടി രൂപ ഇതുവരെ ഈ ഇനത്തിൽ ചെലവഴിച്ചിട്ടുണ്ടെന്നും മുഖ്യപ്രഭാഷണം നടത്തിയ മലബാർ ഗോൾഡ് ചെയർമാൻ NB അഹമ്മദ് പറഞ്ഞു. നടപ്പ് വർഷം 175 കോടിയാണ് ഈ ഇനത്തിൽ വകയിരുത്തിയിട്ടുള്ളത്. വിശപ്പ് രഹിത ലോകം എന്ന ലക്ഷ്യവുമായി 70,000 ഭക്ഷണ പൊതികളാണ് വിതരണം ചെയ്യുന്നത്. ഈ വർഷം 1 ലക്ഷമാക്കി ഉയർത്താനും മൈക്രോ ലേണിംഗ് കേന്ദ്രങ്ങളുടെ എണ്ണം 1500 ആക്കി വർദ്ധിപ്പിക്കാനും പരിപാടിയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. തണൽ ചെയർമാൻ ഡോക്ടർ ഇന്ദ്രീസ് പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു. ചെയർമാൻ അബ്ദുൽ കരീം അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ MP, ശ്രീനിജൻ MLA, ശ്രീമൂലനഗരം പഞ്ചായത്ത് പ്രസിഡന്റ് VM ഷംസുദ്ദീൻ എന്നിവർ ആശംസകൾ നേർന്നു. കൺവീനർ PA സമദ് സ്വാഗതവും സ്വാഗത സംഘം ചെയർമാൻ TS അമീർ നന്ദിയും പറഞ്ഞു. റിട്ടയർഡ് ജസ്റ്റിസ് CK അബ്ദുൽ റഹീം, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MJ ജോമി, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ഷബീർ, വാർഡ് കമ്മിറ്റി അംഗം സുകുമാരൻ, മലബാർ ഗോൾഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ AK നിഷാദ്, മീരാൻ ഗ്രൂപ്പ് ചെയർമാൻ നവാസ് മീരാൻ, നൂർ മുഹമ്മദ് സേഠ് കൊച്ചി, ഒബ്രോൺ ഗ്രൂപ്പ് ചെയർമാൻ MA മുഹമ്മദ്, പീസ് വാലി ചെയർമാൻ PM അബൂബക്കർ, ഉസ്താദ് അലിയാർ ബാസിമി, ആസ്റ്റർ DM ഫൗണ്ടേഷൻ ലത്തീഫ് കാസിം, പവിടം ഗ്രൂപ്പ് ചെയർമാൻ NB ജോർജ്, റോയൽ റഫീഖ് ചോക്ലി, സലീം ചെറുക്കാട്, ചന്തിരൂർ തുടങ്ങിയവർ സന്നിധരായിരുന്നു. മലബാർ ഗോൾഡിന് നിർധനർക്കുള്ള ഭവന നിർമ്മാണ സഹായം ചടങ്ങിൽ വിശിഷ്ടാതിഥികൾ വിതരണം ചെയ്തു. അനാഥർ, ശാരീരിക മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, തെരുവിൽ ഒറ്റപ്പെട്ടവർ എന്നിവർക്കായുള്ള സമഗ്ര സാന്ത്വന സമുച്ചയമാണ് ഗ്രാൻഡ്മാ ഹോം. തണൽ മലബാർ ഗോൾഡ് സഹകരണത്തിന് പുറമെ നിരവധി അഭ്യുദയകാംക്ഷികളുടെ സഹായത്തോടെയാണ് 2.5 ഏക്കർ സ്ഥലത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള ഈ ഹോം നിർമ്മിച്ചത്. 21,000 ചതുരശ്ര അടിയിൽ നിർമ്മിച്ച കെട്ടിടത്തിൽ കിടപ്പ് രോഗികൾ ഉൾപ്പെടെ 130ഓളം പേർക്കാണ് ഇടം ലഭിക്കുക. ഇതിൽ 42 പേർ പ്രവേശനം നൽകി കഴിഞ്ഞു. ഇതിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരുണ്ട്. വരും ദിവസങ്ങളിൽ സർക്കാർ മാനദണ്ഡങ്ങൾ പാലിച്ച് അർഹരായവർക്ക് പ്രവേശനം അനുവദിക്കും. ഇവർക്ക് 24 മണിക്കൂറും പരിചയസമ്പന്നരായ ജീവനക്കാരുടെ സേവനം സൗജന്യമായി ഉറപ്പാക്കും. താമസം, ഭക്ഷണം, ശുശ്രൂഷ എന്നിവയെല്ലാം ഇവിടെ സൗജന്യമാണ്. ഗ്രാൻഡ്മാ ഹോം സമുച്ചയത്തിൽ ഭാവിയിൽ ന്യൂറോ റീഹാബിലിറ്റേഷൻ, ഡയാലിസിസ് സെന്റർ, പാലിയേറ്റീവ് കെയർ യൂണിറ്റ്, കുട്ടികൾക്കായുള്ള എയർലി ഇന്റർവെൻഷൻ സെന്റർ തുടങ്ങിയവയും ലക്ഷ്യമിടുന്നു. പരിചരണം തേടിയെത്തുന്നവർക്ക് ആത്മവിശ്വാസവും സാന്ത്വനവും നൽകുന്ന കുടുംബാന്തരീക്ഷമാണ് തണൽ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കാലടി.